റജബ് മാസം അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ്. റജബ് എന്ന പദം തന്നെ ധാരാളം അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയും. റജബ് എന്നതിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ആ 3 അക്ഷരങ്ങൾ 3 രീതിയിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നു എന്നാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ഗുനിയത്തുൽ ത്വാലിബ് തരീഖുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. ഫമിൻ അവ്വലി ഹാദ ശഹരി ഇലാ ആഖിരിഹി മിനല്ലാഹി അസ്സ വജല്ല സലാസത്തു അഅതായ ലിൽ ഇബാദ്. ഈ മാസത്തിന്റെ 1 മുതൽക്ക് അവസാനം വരെ, റജബ് 1 മുതൽ അതിന്റെ അവസാന ദിവസം വരെ അള്ളാഹുവിൽ നിന്നും അവന്റെ അടിമകളിലേക്ക് പ്രത്യേകമായ 3 ഔദാര്യങ്ങൾ റബ്ബ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. റജബിലെ 3 അക്ഷരങ്ങളും ആ 3 ഔദാര്യത്തിലേക്ക് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ അക്ഷരമായ റാ, റഹ്മത്തുല്ലാഹി മിനൽ അദാബി, അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്നും പടച്ച റബ്ബ് കാരുണ്യം ചെയ്യുന്നു എന്നതാണ് റാ സൂചിപ്പിക്കുന്നത്. റജബിന്റെ പ്രത്യേകതയാണത്. രണ്ടാമത്തേത് ജൂദും ബിലാ ബുഖൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ യാതൊരുവിധ പിശുക്കുമില്ലാതെ വാരിക്കോരി കൊടുക്കുന്ന മാസമാണ് റജബ്. അതിലെ ജീമ് ജൂദ് എന്ന പദത്തിലേക്ക്, അള്ളാന്റെ ഔദാര്യത്തിലേക്ക് സൂചിപ്പിക്കുന്നു. പിന്നെ റജബ് എന്ന പദത്തിലെ 3ാമത്തെ അക്ഷരമായ ബാ ആണ്. ബർറും ബിലാ ജഫ, യാതൊരുവിധ വരൾച്ചയുമില്ലാതെ, യാതൊരുവിധ കുറവുമില്ലാതെ അള്ളാഹു യഥേഷ്ടം ഗുണങ്ങളും നന്മകളും തന്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന സൂചനയാണ് ബർറ് എന്ന പദത്തിലൂടെ റജബ് എന്നതിലെ 3ാമത്തെ അക്ഷരമായ ബായിലേക്ക് സൂചിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ മാസത്തെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആയുസ്സിന്റെ ഒരു വലിയ നഷ്ടമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. പഴയകാലത്തെ സ്വാലിഹീങ്ങൾ റജബ് മാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യാ ലൈത ഇദ്ദത ശുഹൂരിൻ കുല്ലഹൂ റജബ്, ഒരു കൊല്ലം മുഴുവനും ആ 12 മാസവും ഒന്ന് റജബായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചവരാണവർ. അതായത് ഒരു വർഷത്തിലെ 12 മാസത്തിനും റജബ് എന്ന പരിഗണനയും ബഹുമാനവും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും വിധം റജബിന്റെ മഹത്വം ആഴത്തിൽ അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമായിരുന്നു പൂർവ്വകാലത്തെ മഹാന്മാരായ സൂരികൾ. അല്ലാഹു തആല റജബിന്റെ എല്ലാ ആദരണീയ പൈതൃകവും ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. റജബ് മാസം അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർക്ക് റമളാൻ കിട്ടും, അല്ലാത്തവർക്ക് കിട്ടൽ പ്രയാസമാണ്. റജബ് മാസം അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ട മാസമാണ്. റജബിലെ തയ്യാറായാലാണ് നമുക്ക് റമളാൻ കിട്ടും. റജബിൽ തയ്യാറാവണമെങ്കിൽ റജബ് വന്നിട്ട് തയ്യാറാവല്ല വേണ്ടത്, റജബിന് മുമ്പേ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബ് മാസം മുതൽക്ക് ഒരാള് റമളാനിനെ സ്വീകരിക്കാൻ, റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ റജബിൽ അള്ളാഹുവിന് ഒരുങ്ങിയ ആൾക്കാണ് റമളാൻ കിട്ടുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റജബിനുള്ള ഒരുക്കമാണ് റജബിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. റജബ് റമളാനിലേക്ക് കയറാനുള്ള ആദ്യത്തെ പടിയാണ്. ഷഅബാൻ മാസം റമളാനിന്റെ ശിഖരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ എന്ന് പറഞ്ഞാൽ ശിഖരം എന്നാണ് അതിനർത്ഥം. റമളാനിന്റെ സ്റ്റെപ്പാണ് ഷഅബാൻ മാസം. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ ചവിട്ടുപടി ആ വീട്ടിൽ പെട്ടതല്ലെങ്കിലും എന്നാൽ ആ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. എന്ന പോലെയാണ് ഷഅബാൻ, റമളാനിലേക്ക് കയറാനുള്ള ചവിട്ടുപടി. അത് നന്നാവണം, അത് ഉറപ്പുള്ളതാവണം. ആ വീടിന്റെ മുറ്റമാണ് നല്ല ഉറപ്പുള്ള മുറ്റം, അതാണ് റജബ്. ഈ അർത്ഥത്തിൽ റജബ് മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക, എന്നാൽ നമുക്ക് റമളാൻ കിട്ടും. റജബിൽ ഒരുങ്ങുന്നവന് റമളാൻ കിട്ടാം. സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റജബ്. ബറക്കത്ത് ഒഴുകിയെത്തുന്ന പരിശുദ്ധ ഖുർആനിന്റെ 113 അധ്യായങ്ങളും അല്ലാഹു സന്നിവേശിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിന്റെ ഉള്ളടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ.
അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹമായി ഇറക്കിയ മാസമാണ് റജബ്. ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ പ്രകീർത്തനമാണ് കൂടുതലുള്ളത്. ഒരു ആയത്തിലാണ് അള്ളാഹുവോട് ഒരു ആവശ്യം ചോദിക്കാം. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ 5 ആയത്ത് അള്ളാഹുവിനെ പ്രകീർത്തിക്കും. 6ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബിനോട് ആവശ്യം ചോദിച്ചു. ഒന്നുകൂടി പറയാം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം റബ്ബിനെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകളാണ്. റജബിന്റെ ബറക്കത്ത് 2ആണ്. ഒന്ന് പരിശുദ്ധമായ നിസ്കാരമാണ്. റജബിന്റെ ബറക്കത്ത് 2ാമത്തേത് സൂറത്തുൽ ഫാത്തിഹയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചങ്ങോട്ട് തരും, ഒരുപാട് തരും. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചത്, പടച്ചോനെ ഒരു റൊട്ടി കഷ്ണം തരാനാ പറഞ്ഞത്. വിശന്നിട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ഖസസിന്റെ 21 മുതൽക്ക് 28 വരെയുള്ള ആയത്താണ്. എത്ര കിലോമീറ്ററാ നടന്നേന്നറിയോ? നിലവിൽ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്നത് കൈറോയിലാണ്. കൈറോയിൽ നിന്നും അല്ലാഹുവോട് ദുആ ചെയ്യാണ്, പടച്ചോനെ എനിക്ക് മുന്നോട്ട് പോകണം, നീ വഴി കാണിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, പോയിക്കോ അല്ലാഹുവിന്റെ മാർഗത്തിൽ. മദിയൻ നാടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ടൊരു ദുആ ഉണ്ട്, ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. എന്റെ റബ്ബ് എന്റെ മുന്നിലുള്ള വഴി കാണിച്ചു തരാം. എത്ര കിലോമീറ്റർ ആണെന്നറിയുമോ? കൈറോയിൽ നിന്നും ഐലത്തിലെത്തി അവിടെ നിന്ന് തിരിയണം മദിയനിലേക്ക്. കൈറോ ടു ഐലത്ത് 900 കിലോമീറ്റർ, ഐലത്ത് ടു മദിയൻ 500 കിലോമീറ്റർ. 1400 കിലോമീറ്റർ നടക്കണം ഈ മനുഷ്യൻ. 1400 കിലോമീറ്റർ നടന്ന് സഞ്ചരിക്കണം ഈ മഹാൻ. മുന്നിലൊന്നുമില്ല, ഒരു വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിൽ പോലും കയ്യിലില്ല. കുടിക്കാനോ തിന്നാനോ ഒന്നുമില്ല. വിശപ്പ് കൊണ്ട് അല്ലാഹുവോട് അവസാനം ചോദിച്ചു, റബ്ബിന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചോനെ നീ എന്ത് തന്നാലും ഞാനിപ്പോ അതിന് ആവശ്യക്കാരനാ. ഒരു റൊട്ടിയുടെ കഷ്ണമെങ്കിലും കിട്ടുമോ അല്ലാഹ്? അല്ലാഹു വാരിക്കോരി കൊടുത്തു. ആ നടത്തം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രകീർത്തനമായിരുന്നു. അല്ലാഹു തരാന്ന് വെച്ചാൽ അങ്ങനെയാണ്. പടച്ച റബ്ബ് നമുക്ക് തരട്ടെ. അല്ലാഹു റജബിന്റെ ബറക്കത്ത് നമുക്ക് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്ക് തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. കോവിഡിന്റെ പ്രതിസന്ധിയിൽ പ്രതികൂലമായി കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യവസ്ഥകൾക്ക് റബ്ബേ നീ പുനഃസംവിധാനം നൽകണേ അല്ലാഹ്.